നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പോർട്ടോറിക്കോയിലെ അഡ്ജുൻഡാസ് നഗരത്തിൽ 2 ക്രിസ്തീയ ദേവാലയങ്ങൾക്ക് നേരെ തീവെപ്പ് നടന്നതായി റിപ്പോർട്ട്. ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച പുലർച്ചെയുമായി 2 മണിക്കൂറിനിടെയാണ് ഇഗ്നേഷ്യ ക്രിസ്ത്യാന മനന്തിയ ഡി വിഡ, സാൻ ജോക്കിൻ എന്നീ പള്ളികൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. പെട്രോളോ മറ്റു എളുപ്പത്തിൽ തീപിടിക്കുന്ന ദ്രാവകങ്ങളോ ഉപയോഗിച്ചാണ് പള്ളികൾക്ക് തീയിട്ടതെന്ന് പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പള്ളികളുടെ പുറംഭാഗത്തെ ഭിത്തികൾക്കും മുൻവാതിലിനും കേടുപാടുകൾ സംഭവിച്ചു. ഫയർഫോഴ്സ് ഉടനെത്തി തീയണച്ചതിനാൽ വലിയ ദുരന്തം ഒഴിവായി. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. തീവെപ്പുമായി ബന്ധപ്പെട്ട് 27 വയസ്സുള്ള ഒരു യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾ കുറ്റം സമ്മതിച്ചതായാണ് വിവരം. ആക്രമണത്തിന്റെ പിന്നിലെ കൃത്യമായ കാരണം വ്യക്തമായിട്ടില്ല. അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള സഹായത്തോടെയുള്ള ആത്മഹത്യ അഥവാ അസിസ്റ്റഡ് സൂയിസൈഡ് നിയമങ്ങളെ രൂക്ഷമായി വിമർശിച്ച് US ആരോഗ്യ മനുഷ്യ സേവന സെക്രട്ടറി സേവ്യർ ബെസറ. ഇത്തരം നിയമങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. വാഷിംഗ്ടണിൽ നടന്ന ഒരു പൊതുചടങ്ങിൽ സംസാരിക്കവെയാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. മാറാരോഗങ്ങൾ ബാധിച്ചവർക്ക് മരിക്കുവാൻ വൈദ്യസഹായം നൽകുന്ന നിയമങ്ങൾ ധാർമ്മികമായി ശരിയല്ലെന്ന സൂചനയാണ് സെക്രട്ടറി നൽകിയത്. ജീവിതത്തിന്റെ മൂല്യം സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ലത്തീൻ പാത്രിയാർക്കേറ്റിന്റെ വസ്തുവകകൾ കയ്യേറ്റം ചെയ്യുന്നതിനെതിരെ സൈനിക സിവിൽ നേതൃത്വങ്ങളുമായി ചർച്ച നടത്തി സഭാ നേതൃത്വം. തയാസിർ ഹമാം ഇൽ മലഹിലെ തങ്ങളുടെ ഭൂമി കയ്യേറ്റം ചെയ്യപ്പെട്ടതിൽ പ്രതിഷേധം അറിയിച്ചും അവ വീണ്ടെടുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയുമാണ് ഇസ്രായേൽ സൈനിക അധികാരികളും സിവിൽ ഭരണ നേതൃത്വവുമായി ചേർന്ന് വെസ്റ്റ് ബാങ്കിൽ ചർച്ച നടത്തിയത്. ഇക്കാര്യം ഏപ്രിൽ 23 പുറത്തുവിട്ട പത്രക്കുറിപ്പിലൂടെ ജെറുസലേം ലത്തീൻ പാത്രിയാർക്കേറ്റ് സ്ഥിരീകരിച്ചു. രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾക്ക് ഇസ്രായേൽ സൈനിക സിവിൽ പ്രതിനിധി വിഭാഗം തയ്യാറായിട്ടുണ്ടെന്നും പാത്രിയാർക്കേറ്റ് വ്യക്തമാക്കി. കുടിയേറ്റക്കാർ വെറും ഉപജീവന മാർഗം തേടുന്നവർ മാത്രമല്ല, മറിച്ച് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സാംസ്കാരിക ഐക്യത്തിന്റെയും അംബാസഡർമാരാകാൻ വിളിക്കപ്പെട്ടവരാണെന്ന് ബക്സർ ബിഷപ്പ് ജെയിംസ് ശേഖർ പട്നയിലെ നവജ്യോതി നികേതനിൽ സംഘടിപ്പിച്ച കുടിയേറ്റ ശുശ്രൂഷ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദായങ്ങൾക്കിടയിൽ പരസ്പര ധാരണ വളർത്തുവാൻ കുടിയേറ്റക്കാർക്ക് പ്രത്യേക കഴിവുണ്ടെന്ന് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. ഒരു സ്ഥലത്തെ നല്ല മൂല്യങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന സാംസ്കാരിക പാലങ്ങളായി അവർ മാറണമെന്നും അനുരഞ്ജനത്തിന്റെ ദൂതന്മാരായി അവരെ മാറ്റുവാൻ സഭ കൂടെയുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഫിലിപ്പീൻസിലെ ഏറ്റവും വിശുദ്ധവും അത്ഭുത പ്രവർത്തകയെന്ന് വിശ്വസിക്കപ്പെടുന്നതുമായ അവർ ലേഡി ഓഫ് മനവാക് തിരുസ്വരൂപത്തിന്റെ കാനോനിക കിരീടധാരണ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കുചേർന്ന ജനലക്ഷങ്ങൾ. പങ്കാസിനാൻ പ്രവിശ്യയിലെ മനവാക് ബസിലിക്കയിൽ നടന്ന ചടങ്ങുകളിൽ ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയറും പ്രഥമ വനിത ലിസ അരാനറ്റ മാർക്കോസും നേരിട്ടെത്തി ആദരവർപ്പിച്ചു. പ്രാദേശിക ഭരണകൂടത്തിന്റെ കണക്കുകൾ പ്രകാരം കടുത്ത ചൂടിനെയും അവഗണിച്ച് 7 ലക്ഷത്തോളം വിശ്വാസികളാണ് ഈ വർഷത്തെ ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. 1610 ഒരു കർഷകന് കുന്നിൻ മുകളിൽ വെച്ച് മാതാവ് ദർശനം നൽകിയെന്നും അവിടെ ഒരു പള്ളി പണിയുവാൻ വിളിച്ചു എന്നുമാണ് വിശ്വാസം. ഈ വിളിയിൽ നിന്നാണ് മനവാക് എന്ന സ്ഥലപ്പേര് ഉണ്ടായതുപോലും. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.